കാരണം ലാലേട്ടൻ അങ്ങനത്തെ ഒരാവശ്യമില്ലാത്ത ഒരു കോമാളി വേഷം കെട്ടണ്ടെന്ന് തന്നെ. ലാലേട്ടൻ അതിൽ എന്താ റോളുള്ള ഇത് പറയാൻ മാത്രം. നരേന്ദ്രമോദിയുടെ കൂടെ ഫോട്ടോ എടുത്ത് വരുന്ന ലാലേട്ടൻ. ശരിക്കും ഈ സിനിമ മാം കണ്ടതിന് ശേഷം കേന്ദ്രമന്ത്രിമാർക്കും അതുപോലെ തന്നെ മോദിജിക്കൊക്കെ ഇത് വിവരിച്ചു കൊടുത്തായിരുന്നു. അത് എക്സ്പ്ലനേഷൻ റിട്ടേൺ. അപ്പം ഇതിലേതോ ദേശവിരുദ്ധ ഫണ്ട് വന്നിട്ടുണ്ട്, ഏതോ കൈകളുണ്ട്. എമ്പുരാനിൽ ദേശവിരുദ്ധ ഫണ്ട് വന്നിട്ടുണ്ടെന്നാണ് ചരിത്രമുള്ള പോലെ എഴുതാൻ പറയണവരോട്. അവർക്ക് അത് തോന്നണം. അപ്പം അതുകൊണ്ട് നിങ്ങളെ ചെയ്തിട്ട് നിങ്ങൾ പോയി മറ്റവരെ വെട്ടിക്കോ തീയിട്ടോ എന്നല്ലേ പറഞ്ഞു. ഇത് 2 ദിവസം കൂടി അവിടെ സിനിമ പോയിരുന്നെങ്കിൽ ഹനുമാൻ ഭക്തരെ ഇറങ്ങിയിരുന്നു. എനിക്കറിയിരുന്നു. കേന്ദ്ര സർക്കാർ എന്നും കേരളത്തെ അവഗണിക്കുമല്ലേ ചെയ്യുന്നത്? അതിവിടെ ഭരണം കിട്ടാത്തത് കൊണ്ടല്ലേ? ഗണിക്കുന്നൊന്നുമില്ല. ഇവർ കണക്ക് കാണിച്ചാലല്ല കിട്ടുമല്ലോ. 370 ആർട്ടിക്കിൾ പൊട്ടിച്ച് കളഞ്ഞത് എന്തായിരുന്നു കേരളത്തിലെ ഭാഗം? നമ്മളെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമല്ലേ. നാളെ അതും പാകിസ്ഥാൻ കൊണ്ടുപോകണം. ഏത് രാജ്യത്തും അവരെ സ്ക്രിപ്റ്റ് വരെ നോക്കിയിട്ട് ഗവൺമെൻറ് നോക്കിയിട്ടാണ് ഷൂട്ടിംഗ് വരെ തുടങ്ങാൻ പോകുന്നത്. അങ്ങനെയാണോ മാമിൻ്റെ അഭിപ്രായം? അല്ല, അങ്ങനെയുള്ള മോദി ഭക്തയാണ്. അപ്പൊ മോദി എന്ന ആ ഒരു നേതാവിൽ കണ്ടൊരു കുറച്ച് ക്വാളിറ്റീസ് പറയാൻ പറഞ്ഞ മാം എന്താ പറയാ? മോദി എന്ന് വെച്ചാൽ എനിക്ക് നേതാവിനെ പോലെ അല്ല. അത് എൻ്റെ സംഗീതം കൊണ്ട് തോന്നുകയാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അതെന്നെ സംഗിണി എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ എന്നോട് അതുകൊണ്ടാണ് തോന്നുന്നത് പറയും. കാരണം ഹീസ് എ സ്പിരിച്വൽ മാൻ. അദ്ദേഹത്തിനിപ്പം പ്രധാനമന്ത്രി പദവിയിലെത്തി. ജീവിതത്തിൽ വാൽമീകി മഹർഷി വരെ പിന്നെ ഒരു കാട്ടിലെ കാട്ടാളൻ എന്നാണ് മഹർഷിയായിട്ട് പരിണാമം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്തുള്ള ജീവിതവും അദ്ദേഹം ചെയ്തതിലുപരി നമ്മുടെ പ്രധാനമന്ത്രിയായി വന്നപ്പോൾ ഈ ഭാരതത്തിന് എന്തെല്ലാം കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളെ തന്നെ ഉന്നമനത്തിന് എന്തെല്ലാം കാര്യങ്ങൾ വന്നു. ഇപ്പൊ മുത്തലാഖ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉള്ളതുകൊണ്ട് ആരും ഡിവേഴ്സ് ചെയ്യാണ്ടിരിക്കുക. പക്ഷെ അത് ഇനി മാറ്റണം. മോദിക്ക് ഇനിയും പണിയുണ്ട്. കാരണം അതുകൊണ്ട് ആരും ഡിവേഴ്സ് ചെയ്യില്ല. നീ ഡിവേഴ്സ് ചെയ്യുന്ന പറയും പെണ്ണിനോട്. ആണിന് ഡിവേഴ്സ് ചെയ്യാൻ പേടി ഇപ്പോ. കാരണം ജയിലിൽ പോണല്ലോ. അപ്പൊ പെണ്ണ് കെട്ടാനും പോകാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഇതാണ് കണ്ടത്. പക്ഷെ പിന്നെ രാജ്യത്തിന് നമ്മുടെ പൊട്ടൻഷ്യൽ ഓഫ് ദ ലാൻഡ് ഞാൻ പറഞ്ഞില്ല, സ്പിരിച്വൽ ഭാരതം. മാം ഒന്ന് ഇന്ത്യ എന്നൊരു വട്ടം പറ. ഞാനത് പറയേയില്ല. ഒരു വട്ടമെങ്കിലും ഇന്ത്യ എന്നൊന്ന് പറയുമോ നമ്മുടെ ഇന്റർവ്യൂല്? ഭാരതത്തിന്റെ ആ ഒരു ശക്തിനെ ലോകത്തിന്റെ അത്യുന്നതങ്ങളിൽ തന്നെയാണ് എത്തിച്ചത്. കാരണം ഇതിന്റെ ഇവിടുത്തെ നദികളും പർവ്വതങ്ങളും മനുഷ്യരും കൾച്ചറും ഫുഡും എല്ലാം ലോകത്തെ എല്ലാവർക്കും. അതെ, എല്ലാം നല്ലതാണ് മാം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മള് എന്താ നല്ല ഇന്റർവ്യൂ കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ചോദിക്കണം. അതല്ല, ഇവിടെ ചേരി നമ്മുടെ രാജ്യത്തിന്റെ ചേരി മറച്ച് മതില് കെട്ടിയ ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ. അല്ല, ചേരി അവിടെ ഉള്ളത് അവിടെ അവര് ശരിയാ. ഒരു നേതാവ് വരുമ്പോൾ അങ്ങനെ ചെയ്യാനായിട്ടല്ല. അതിന്റെ മുമ്പ് 65 വർഷം ഭരിച്ചവർക്ക് എന്താ ചേരിയൊക്കെ മാറ്റിക്കൂടായിരുന്നു? ഞങ്ങളെ മന്ത്രി മഹാരാഷ്ട്രയില് മന്ത്രിയായി സോഷ്യൽ ജസ്റ്റിസ് എംപവർമെന്റ് മിനിസ്റ്ററായി രാംദാസ് അത്തേവാല വന്നതിന് ശേഷം 1001 വീടുകൾ സ്ലം പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നു മഹാരാഷ്ട്രയില്. അത് ഓരോ മുഖ്യമന്ത്രിമാരാ ചെയ്യേണ്ടത്. സ്ലം പ്രൊട്ടക്ഷൻ ആക്ടിൽ 1001 വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇനി അടുത്തതും പദ്ധതി ചെയ്യേണ്ടത് ഡൽഹി ഇപ്പൊ BJP ഗവൺമെന്റ് ചെയ്യുമെന്നാണ് കേട്ടത്. അപ്പൊ ഇതേപോലെ പദ്ധതികൾ ഉണ്ടാവുമ്പോൾ അത് ഓരോരുത്തർ എല്ലാ സ്ഥലത്തും ഇപ്പോൾ മോഡിക്ക് വന്ന് ചെയ്യാൻ പറ്റുമോ? 12 കോടി ടോയ്ലറ്റ്സ് ആണ് മോദി കൊടുത്ത്. ആ ടോയ്ലറ്റ്സ് ഉണ്ടാക്കാൻ എവിടെയായിരുന്നു കോൺഗ്രസ്സുകാരും ബാക്കി ഭരിച്ചവരൊക്കെ? അല്ല, അതൊക്കെ ശൗചാലയം എല്ലാം നമ്മൾ കൊടുത്തു, എല്ലാം ചെയ്തു. പക്ഷെ നമ്മുടെ കേന്ദ്ര സർക്കാർ എന്നും കേരളത്തെ അവഗണിക്കുമല്ലേ ചെയ്യുന്നത്? അതിവിടെ ഭരണം കിട്ടാത്തത് കൊണ്ടല്ലേ? അവഗണിക്കുന്നൊന്നുമില്ല. ഇവര് കണക്ക് കാണിച്ചാലല്ല കിട്ടുമല്ലോ. നമ്മുടെ കേരളത്തിൽ പോയ ഒരാള് നമ്മുടെ കേരളത്തിന് ഞാൻ പറയും കേരളത്തിന് വേണ്ടി തരണോ? തീർച്ചയായിട്ടും നമുക്ക് വിദ്യാഭ്യാസ സ്ഥാനം NITയും എല്ലാം വരേണ്ട ആവശ്യമുണ്ട്. പിന്നെ വീടുകൾ ഇപ്പം ഈ പറയുന്ന ട്രൈബൽസിൽ നമ്മളെന്താ ചെയ്തത് എത്ര കാലം? അവർ ട്രൈബൽ പ്രൊട്ടക്ഷനും അവർക്കുള്ള സാധനങ്ങളും അതിനെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിന് കൊടുക്കണം. ഇതിനൊക്കെ ഫുൾ അധികാരം അവർക്കില്ല. അപ്പൊ അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന നാഷണൽ ഹൈവേ ഇവിടെ അവർ കൊണ്ടിട്ടില്ലേ? കേരളമാണ് വെച്ച് തരാണ്ടെന്നോ?
വന്ദേ ഭാരത് വന്നില്ലേ, അതിന് ഇവര് മാത്രം അതൊക്കെ സാധാരണ ആൾക്കാർക്ക് വേണ്ടത്. എത്ര കാലം അവർക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ ഈ റോഡ്. പക്ഷെ മാം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ സാധാരണ എന്താ വേണ്ട, അരി കൊടുക്കേണ്ടത് അവരെ ഫോട്ടോ ഇവിടെ ഫോട്ടോ എടുത്തിട്ട് കൊടുത്ത് മോദി കൊടുത്ത. അതല്ല, എപ്പോഴും ഇവിടെ മാത്രമേ ഇപ്പൊ CPM ഉള്ളൂ. അപ്പൊ ഇവിടെയും കൂടി ഒന്ന് തകർക്കാനാണ് നോക്കുന്നത് എന്നാണ് ശരിക്കും നമുക്ക് രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ മനസ്സിലാവും. CPM അങ്ങനെ കൊടുക്കും തോന്നുന്നുണ്ട് അവിടുത്തെ, വേറെ എവിടെയുള്ള CPM പോലല്ല. അല്ല മാം, അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്താ പറയാ, ഇവിടെ ജീവിക്കുന്നതിനേക്കാണ് സേഫ് ആയിട്ട് നമുക്ക് കേരളത്തിൽ ജീവിച്ചോളൂ. ഇപ്പൊ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ മാം പോകുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, കേരളമാണ് ഈ യാത്ര ചെയ്തവരൊക്കെ കേരളം പോലെ ജീവിക്കാൻ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം വേറെ ഇന്ത്യയിൽ ഇല്ല എന്ന് വെച്ചാൽ അത്ര. അത് മാമിന് അതിനോട് എന്താണ്? പണ്ടത്തെ ഉത്തരേന്ത്യ ഇരുന്നത്, ഇന്നത്തെ ഉത്തരേന്ത്യ അങ്ങനെയല്ല. ഞാൻ അതിലെ ഗ്രാമങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. ഏറ്റവും ജനങ്ങൾ തന്നെ ഏറ്റവും അധികം കെയറും പ്രൊട്ടക്ഷനും തരുന്നത് ഇതുപോലെയല്ല, നമുക്ക് സ്നേഹം തരുന്ന ആൾക്കാരാ. നമുക്ക് അവിടെ നമ്മൾ ഇന്ന് വരെ അവിടെ ഒരു ജാതിയോ വർഗീയതയോ ഒന്നും കാണിച്ചിട്ടില്ല, തന്നിട്ടില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഞാൻ പോയ സ്ഥലങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ഞാൻ മുസ്ലിം ഇതിപ്പോ ബനാറസ്, പ്രയാഗ്രാജ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ അവിടെ കച്ചവടക്കാരല്ല, പൈസ ഉള്ള മുസ്ലിങ്ങളെടുത്താ. മറ്റൊരിടത്ത് അവരൊക്കെ വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ബനാറസിലൊക്കെ. പക്ഷെ അവരൊക്കെ ഹാപ്പിയാ. ഓട്ടോ ഡ്രൈവർമാരൊക്കെ മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്. അപ്പൊ ഹിന്ദുസിനോട് ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഞാൻ ചോദിക്കാറുണ്ട്. ഹിന്ദുവിനോട് മുസ്ലിങ്ങളോട്, കാരണം ലേബർ ആ ലെവലിലുള്ള ആൾക്കാരോട്, ലേബേഴ്സിനോട് ചോദിച്ചാലേ അവരെ അതറിയുള്ളൂ. അപ്പൊ അതുണ്ട്, ഇതേപോലെ സംഗതികളുണ്ട്. പിന്നെ ഒരു ഈ RSS രാഷ്ട്രത്തിനുള്ള ഇതും അവർക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റി ഭരണത്തിൽ വന്ന് ചെയ്യുന്നു. അവർക്ക് ഇനി അധികാരത്തിൽ വരുന്നു തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു 25 വർഷം കൂടി, ഇനി ഒരു വട്ടം കൂടി വന്ന എന്താകും അവസ്ഥ എന്നാണ് ഇപ്പൊ എല്ലാരും. അല്ല, ഇപ്പൊ ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം. 370 ആർട്ടിക്കിൾ പൊട്ടിച്ചു കളഞ്ഞപ്പോ എന്തായിരുന്നു കേരളത്തിലെ ബഹളം? അത് ശരിയാ. അപ്പൊ എന്താ ഉണ്ടായ? 370 കൊണ്ട് മോദിക്കെതിരെ ജയ് വിളിച്ച ആ പെൺകുട്ടി വരെ, ഷൈല റഷീദ്, അവര് വരെ BJP ചേർന്നു. ഷീ സോ ഹാപ്പി. JNU-ലായിരുന്നു അന്ന്. കാരണം അവിടെ ഒരു സ്വാതന്ത്ര്യം. എന്തിനാ നമ്മളെ രാജ്യത്തിന്റെ ഒരു ഭാഗമല്ലേ, നാളെ അതും പാകിസ്ഥാൻ കൊണ്ടുപോകണോ? അപ്പൊ അവിടെ വെച്ചോണ്ട് ഇന്നിപ്പോ ഏറ്റവും അധികം ടൂറിസ്റ്റ് പോണ എവിടുന്ന് അറിയാം? കേരളത്തിൽ നിന്ന്. തന്നെയാണ്, അതേപോലെയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും മാം അത് നമ്മളൊരു ഡിബേറ്റ് പോലെ പോകുന്നത്. ഇത് ശരിക്കും എമ്പുരാന്റെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കുറച്ച് രാഷ്ട്രീയത്തിലേക്ക് കടക്കും. ഇനി എമ്പുരാന്റെ കുറച്ച് ഞാൻ ചോദ്യത്തിലേക്ക് വരാം. വഴിമാറി പോയി. അതാണ് എമ്പുരാൻ രാഷ്ട്രീയമാണോ ചോദിച്ചാൽ രാഷ്ട്രീയമല്ല, അത് സാധാരണ ഒരു മനുഷ്യന്റെ ദേശഭക്തിയാണ് അതിൽ വരാൻ പറ്റും. ഈ എമ്പുരാനില് താങ്ക്സ് കാർഡിൽ നമ്മള് സുരേഷ് ഗോപിയുടെ പേര് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും മാമിന് അറിയോ? അതൊരു സ്വമേധയ അദ്ദേഹം പറഞ്ഞിട്ട് ചെയ്താണോ അതോ സിനിമയിലെ അണിയറ പ്രവർത്തകർ? സിനിമാക്കാരെ പറ്റി നമുക്കൊന്നും പറയാൻ കഴിയില്ല, കാരണം നമ്മൾ കണ്ട അവരെപ്പോ കാലുമാറും. എല്ലാരും അറിയാം പൊളിറ്റീഷ്യനെ വിശ്വസിക്കരുതെന്നുള്ളത്. ഇപ്പൊ ഞാൻ കണ്ടോക്കോ, പൊളിറ്റീഷ്യൻസ് കാരണം ഉത്തരവാദിത്തപ്പെട്ടവരാ, അവരെ ജനം കൈകാര്യം ചെയ്യും. ഇവർക്ക് എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ. അപ്പൊ ആര് പറയണ സത്യം എന്നൊന്നും നമുക്ക് അല്ല. ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞ ഞാൻ സ്വമേധ അത് മാറ്റാൻ പറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. ശരിക്കും അദ്ദേഹത്തിന് ഒരു പ്രഷർ ഉണ്ടായോ ഇതില് താങ്ക്സ് കാർഡില്? അതാ പറയാ, ഒരു വിവരം പ്രകാരം അങ്ങനെ എന്തേലും അറിയില്ല. അതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ, കാരണം അയാൾ ആദ്യമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവർക്ക് തോന്നിയിട്ടുണ്ടാവും ഗവൺമെന്റ് അയാളെ നിലനിൽപ്പല്ലേ അയാൾക്ക് വലുത്, അപ്പൊ അയാൾ അത് പറയണല്ലോ. ഇവർക്ക് ഇവരെ നിലനിൽപ്പും. പക്ഷെ ആദ്യം എല്ലാരെയും നിലനിൽപ്പും നമ്മളെ രാജ്യത്തിനെ ആലോചിച്ചാല് ആ സിനിമ വേറൊരു വിധത്തിലാവും. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എല്ലാ സിനിമയ്ക്കും ഇങ്ങനെ കത്തി വെക്കുമ്പോ ഇതൊരു മുന്നറിയിപ്പല്ലേ? ശരിക്കും മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഒരു ഭീഷണിയോ അല്ലേ? ഇനി ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ഇതുപോലൊരു സിനിമ വരാൻ പാടില്ല, അങ്ങനെ ഒരു പ്രമേയം വരാൻ പാടില്ല എന്നൊരു ഭീഷണി സ്വരം കൂടി ഇവിടെ ഉയരുന്നില്ലേ? അപ്പോ സിനിമാക്കാരിനി ഈ ഒരു വിഷയത്തെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ. ശരിക്കും അത് ഒരു രാഷ്ട്രത്തിനെതിരായിട്ടുള്ള ഒരു അക്ഷരവും കാരണം ഇവിടെ സമാധാനപരമായിട്ടുള്ള ഒരു ഭരണം തന്നെയാണ് പോണത്, അതിലൊരു സംശയമില്ല. എന്നും എക്കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു രാജ്യത്ത് ഒരാൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇവിടുത്തെ സമാധാനം കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഏത് രാജ്യത്തും അവരെ സ്ക്രിപ്റ്റ് വരെ നോക്കിയിട്ട് ഗവൺമെൻറ് നോക്കിയിട്ടാണ് ഷൂട്ടിംഗ് വരെ തുടങ്ങാൻ പാടുള്ളൂ. അങ്ങനെയാണോ മാമിന്റെ അഭിപ്രായം? അല്ല, അങ്ങനെയുള്ള ഒരു അങ്ങനെയാണ് സാധാരണ രാജ്യങ്ങളിലൊക്കെ.
പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും വലിയ മൗലികാവകാശങ്ങളൊക്കെ പറയാൻ നമ്മുടെ രാജ്യത്ത് പിന്നെ ഒരു സിനിമ എടുക്കാൻ പറ്റുമോ? എടുക്കാം. നമ്മളെ രാജ്യത്ത് കിട്ടിയ കുറേ ആനുകൂല്യങ്ങൾ നമ്മൾ തന്നെ ഇല്ലാതാക്കുക. അത് ദോഷത്തിനായി യൂസ് ചെയ്യുമ്പോ എന്താ ഉണ്ടാവുക? അതിന് ആരെങ്കിലും വന്ന് ഏതെങ്കിലും ഒരാൾക്ക് അത് മാറ്റണം ഏത് തോന്നിയാലത്. അപ്പൊ നമ്മൾ അതിനെ റൂൾസിനെ ബ്രേക്ക് ചെയ്യാതെ അങ്ങ് പോണല്ലേ നല്ല. ഇവര് ഇത്ര കാലം വരെ സിനിമ എടുത്ത് ഇതൊന്നും പറയാണ്ട് തന്നെ അവരൊക്കെ ഇവിടെ സൂപ്പർ ഡൂപ്പർ. പക്ഷെ ലാലേട്ടനൊക്കെ എന്നെ സ്നേഹിക്കുന്നവർക്ക് വിഷമം ഉണ്ടായെങ്കിൽ മാപ്പ് പറയുന്നതാ പറഞ്ഞത്. ശരിക്കും ആർക്കാണ് ഇതില് വിഷമം ഉണ്ടായത്? സംഘപരിവാറിനല്ലേ? ലാലേട്ടന്റെ പിന്നെ എല്ലാ ഫാൻസിനും അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് ഈ സിനിമ. ഈ സിനിമ കാരണം ലാലേട്ടൻ അങ്ങനത്തെ ഒരാവശ്യമില്ലാത്ത ഒരു കോമാളി വേഷം കെട്ടണ്ടെന്ന് തന്നെ അതും പലരും പറഞ്ഞിട്ടില്ലേ. ലാലേട്ടൻ അതിൽ എന്താ റോളുള്ളത് ഇത് പറയാ മാത്രം. ലാലേട്ടൻ അതിലൊരു റോബോട്ട്. അതെല്ലാരും അത്. പക്ഷെ അതില് അദ്ദേഹത്തിന്റെ കഥയല്ല അതിൽ പറയുന്നത്. പൃഥ്വിരാജ് എന്ന നടന്റെ ഒരു സ്റ്റോറിയാണ് അതിൽ പറയുന്നത്, അതിലെ ക്യാരക്ടർ ആണ് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിനാണ് കൂടുതൽ അതിൽ ചെയ്യാനുള്ളത്. അതാണ് ഫാൻസുകാർക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഇപ്പൊ മാം പറഞ്ഞ ഒന്നും ചെയ്യാനില്ല ലാലേട്ടൻ അതിലെന്ന്. ഇല്ല അതും വലിയ കാര്യമല്ല. ഇങ്ങനെ ഒരു സാധനം മാത്രം പറയാൻ വേണ്ടി ലാലേട്ടൻ നരേന്ദ്രമോദിന്റെ കൂടെ ഫോട്ടോ എടുത്ത് വരുന്ന ലാലേട്ടൻ. രാഷ്ട്രീയം ഇല്ലാത്ത എത്രയോ ആൾക്കാർ ഈ ലോകത്തുണ്ട്, ഈ രാജ്യത്തുണ്ട്. പക്ഷെ രാഷ്ട്രത്തിൽ നല്ല ചെയ്യണ കാണാം. അവരെന്താ കണക്കൂട്ടുക? നല്ലത് ചെയ്യണം അംഗീകരിക്കണ രണ്ട് പാർട്ടീനെ അംഗീകരിക്കണ അവരാണ് ശരിക്കും നമ്മളെ വോട്ടേഴ്സും ആരാധകരൊക്കെ. പക്ഷെ ലാലേട്ടൻ ഇതുവരെ തുറന്ന് ഞാനൊരു BJP അനുഭാവിയാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മൃദു സംഗീത പോലെയല്ല പറയണത്. അത് എല്ലാരും കൂടെ അയാളെ സംഖ്യയാക്കി. അങ്ങനെ മോദിനെ കാണാൻ പോണോണ്ട് സംഖ്യയാക്കി. അത് സംഖ്യയാണോന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇല്ല അദ്ദേഹം എവിടെയും അയാൾ പറഞ്ഞിട്ടുമില്ല. അയാൾ ഒരു മെമ്പർഷിപ്പിലും ഇല്ല. മാമിന് ലാലേട്ടന് ഇഷ്ടമാണ്? എനിക്കിഷ്ടമാണ് ലാലേട്ടനൊക്കെ. അതുകൊണ്ടാണ് നമുക്ക് വിഷമം. ലാലേട്ടനൊക്കെ നമ്മളെ ഏട്ടനോ കാമുകനോ ഒക്കെ ആയി മാറിയ ആൾക്കാരല്ലേ, അച്ഛനോ ഒക്കെ ആയിട്ട് നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കാണുന്ന ആൾക്കാരല്ലേ. പക്ഷെ അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് മേജർ രവി പറഞ്ഞ് അതിനെ തിരുത്തി മല്ലികാ സുകുമാരൻ വന്നു. പിന്നെ അത് ഭയങ്കര ചർച്ചയായി. അത് ശരിക്കും മേജർ രവി ഇന്നലെ ആ കേക്ക് സ്റ്റോറിയിൽ ഇതിൽ മാം ഹഗ് ചെയ്യുന്നേക്ക് ശരിക്കും മേജർ രവി പറഞ്ഞത് എന്തിനായിരുന്നു അങ്ങനെ? ഞാൻ ചോദിച്ചു, അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല, ചിരിക്കുക ചെയ്ത അതിന് ഉത്തരം. ആണോ? അദ്ദേഹം ഞാൻ ഇന്നലെ എല്ലാം മീഡിയന് കൊടുത്ത് എയറിലാക്കിയല്ലോ എന്നെ എല്ലാരും. അപ്പൊ ഞാൻ ഇന്ന് എല്ലാത്തിനും മറുപടി പറഞ്ഞു. അല്ല എന്നാലും അത് ശരിയാണോ? ശരിക്കും ഒരാൾ സിനിമ കണ്ടിട്ടും സ്ക്രിപ്റ്റ് കേട്ടിട്ടും അല്ലേ അതിൽ അഭിനയിക്കുക? അത് അത്രേ ഉള്ളൂ, അല്ലാതെ എത്ര വലിയ നമ്മള്. പക്ഷെ അത് അങ്ങനെ ലാലേട്ടനെ തന്നെ ശരിക്കും പറഞ്ഞ ലാലേട്ടന് ഒരു വോയിസ് ഇല്ലാത്തതുപോലെ ആക്കുമല്ലേ അവിടെ ചെയ്ത്? അത് ശരിയല്ല. ശരിക്കും ഈ സിനിമ മാം കണ്ടതിന് ശേഷം കേന്ദ്രമന്ത്രിമാർക്കും അതുപോലെ തന്നെ മോദിജിക്കൊക്കെ ഇത് വിവരിച്ചു കൊടുത്തായിരുന്നു? അത് എക്സ്പ്ലനേഷൻ റിട്ടേൺ സിനിമയിലെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നു ഒരു റിയാക്ഷൻ? അവർക്കൊക്കെ ആദ്യമേ ഇത് കേട്ടപ്പോ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞാണ് ഇംഗ്ലീഷ് മീഡിയകളിലൊക്കെ വരുന്നത്. അപ്പോഴാണ് ഇവിടെ പിന്നെ IB റിപ്പോർട്ട് കൊടുക്കല്ലോ ഒരു രാജ്യത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിൽ വന്നാണ് ഇത്രയും വലിയ രാജ്യത്തിന് ദോഷമായിട്ടുള്ള ഒരു സംഗതി വന്നിട്ടുണ്ട് പറഞ്ഞു വേണം. അപ്പൊ അത് എന്താന്ന് ഇവർക്ക് അറിയണല്ലോ. അപ്പൊ അതിനൊരു ഇന്റലക്ച്വൽ വിങ് ഉണ്ട്, PMO ഓഫീസ് പറഞ്ഞിട്ട്. അപ്പൊ അവരെ പ്രധാനമന്ത്രിനെ സംരക്ഷിക്കണ ഇതുപോലുള്ള PR കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന അവരാണ് ഇങ്ങനെ തീരുമാനിച്ചത്. ഇത് എന്തായാലും റിട്ടേൺ ആയിട്ട് പ്രധാനമന്ത്രിക്ക്, ഹോം മിനിസ്റ്റർക്കും, ഡിഫൻസ് മിനിസ്റ്റർക്ക്, പിന്നെ കൺസ്യൂമേഴ്സ് ഇതുകൊണ്ട് ഇത്ര സിനിമയിൽ. അപ്പോഴാണ് ഞാൻ അതറിയണത്. അവർക്കും കൂടി ഈ കോപ്പി കൊടുക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ ആ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മാം അതിൽ എത്ര ഭാഗങ്ങൾ ശരിക്കും മാമിന് ഏറ്റവും കൂടുതൽ ഹേർട്ട് ആയത് അതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ്? എനിക്ക് ഹേർട്ട് ആയത് വെച്ചാൽ ആ ഗർഭിണീനെ ഒരുപാട് അതൊക്കെ കുറച്ചിങ്ങനെ കാണിച്ച്, ഇപ്പൊ തീ കത്തിച്ചത് അവർക്ക് കാണിച്ചു പോയി ഇങ്ങനെ ഓടി പോവാങ്കിൽ അതും അങ്ങനെ ഇങ്ങനെ റണ്ണാക്കല്ലോ. പക്ഷെ അത്രയും ക്രൂരത ഇവിടെ നടന്നിട്ടില്ലേ? വെന്തിങ്ങനെ കത്തി പെട്രോളിന്റെ ഉള്ളിൽ നിന്ന് വെന്ത് മരിക്കണത് അത് അവര് കാണിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നതും ഇതായിട്ടു. ഇവിടെ ശരിക്കും റേപ്പ് ചെയ്യണ സീൻ തന്നെ നമ്മൾ കാണാം. അത് പക്ഷെ നമ്മളത് ജസ്റ്റ് കൈയും കാലും പിടിക്കുന്ന ആ രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷെ ഇത് റേപ്പ് ചെയ്തു എന്ന് അവര് പറയുന്നുണ്ടല്ലോ, അതില് ഡയലോഗ്സ് പറയുന്നുണ്ടല്ലോ. പിന്നെ ഇസ്ലാമിക തീവ്രവാദം ഇത്രയും വളർന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ ഇസ്രായേലും പിന്നെ പാലസ്തീൻ യുദ്ധം, ഹമാസിന്റെ ഇടപെടൽ ഒക്കെ കണ്ട് നമ്മൾ കേരളത്തിൽ വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് ഹമാസിന്റെ ലീഡേഴ്സിന്റെ ഫോട്ടോ ആനപ്പുറത്ത് ഇങ്ങനെയൊക്കെ നടക്കണ ഈ കേരളത്തിനോട് പറയുക ജൂതനെയും കാഫറിനെയും കൊല്ലണം.
അത് ഇതൊക്കെ കേട്ട് മോഹൻലാലും പൃഥ്വിരാജൊക്കെ ഇട്ട വാച്ച് ഷർട്ടൊക്കെ ഇടാൻ ശ്രമിക്കുന്ന പുതിയ തലമുറയോട് നമ്മൾ അങ്ങനത്തെ ഒരു ഡയലോഗ്. പക്ഷെ ജൂതന്മാരെ അത്രയധികം കൊന്നു തള്ളിയിട്ടില്ലേ നമ്മുടെ രാജ്യത്ത്? ജൂതന്മാരെയല്ലേ കൊന്ന്? ജൂതന്മാർക്ക് രാജ്യവും ഇല്ല, കൊന്നു തള്ളിയ ആ ജൂതന്മാരോട് അങ്ങോട്ട് ആക്രമിച്ചപ്പല്ലേ ഇവര് തിരിച്ച് അടിച്ചത്. എല്ലാത്തിലും ഒരു ആക്രമണം പ്രത്യാക്രമണം ഉണ്ടെന്നാണ്. അതെ, അതുണ്ട്. അത് തുടങ്ങി കൊടുക്കുന്ന ആൾക്കാരെ അത് ശ്രദ്ധിക്കേണ്ടേ. വിത്ത് പാകുന്നതന്നെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എപ്പോഴും. എന്താണ് ഇതിൽ ഈ മുന്ന എന്ന് പറഞ്ഞുള്ള ഒരു ക്യാരക്ടർ എല്ലാവരും എടുത്തു പറയുന്ന ഒരു ക്യാരക്ടറാണ്. ജോൺ ബ്രിട്ടാസ് ഒക്കെ എടുത്തു പറഞ്ഞത് അങ്ങനെയുള്ള ഒരുപാട് മുന്നമാര് ഈ പാർട്ടിയിലുണ്ടെന്ന്. ശരിക്കും അതിലെ ക്യാരക്ടർ സിനിമ കണ്ടതല്ല, അപ്പൊ അതിലെ മുന്ന ശരിക്കും തന്ന പാല് തന്ന കൈക്ക് തന്നെ കൊത്തുന്ന, അതും ഒരു ഹിന്ദുവിനെയാണ് അവിടെ വെടിവെച്ച് കൊല്ലുന്നതും തുപ്പുന്നതും ഒക്കെ. അപ്പൊ അതിനോട് മാമിന് ആ ഒരു സീൻ കണ്ടപ്പോ എന്താ തോന്നിയത്? അല്ല, അതൊക്കെ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു മുന്നമാരെയും കണ്ടിട്ടില്ല. എല്ലാവരും ഇപ്പം മുസ്ലിങ്ങൾ, ഇപ്പം യോഗി ആദിത്യനാഥിന്റെ കൂടെ വരെ മുസ്ലിം സ്റ്റാഫ് ഉണ്ടറിയാം, ഫിനാൻസ് കൺട്രോൾ ചെയ്യുക. പക്ഷെ മാം ഇതുവരെ ഒരുപാട് രാജ്യങ്ങളിൽ മാം പോകുന്നത് കൊണ്ടാണ്, ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോകുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയുള്ള മുന്നമാർ എവിടെയും ഇല്ലേ ബി.ജെ.പിയില്? ബി.ജെ.പിയിൽ ഇനിയിപ്പോ അവരെ നമ്മളെ മുന്നിലേക്കൊന്നും വരാത്ത സംഘപരിവാർ, നമ്മൾ അങ്ങനെ പറഞ്ഞാൽ മതി, ബി.ജെ.പി എന്നല്ല. ബി.ജെ.പിയിലല്ല, പിന്നെ ഒറിജിനൽ RSS എന്ന് പറയുന്ന ഇവരൊന്നുമില്ല. അവരൊന്നും എല്ലാത്തിലും മനുഷ്യര് എന്താണ് മൃഗീയ ഭാവമുള്ള മനുഷ്യരുണ്ട്. അത് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മതങ്ങളെ അടിസ്ഥാനമായിട്ടല്ല ഞാൻ വിശ്വസിക്കുന്നത്. അത് അവരൊരു ഐഡൻറ്റിറ്റി. ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ പിന്നെ ബി.ജെ.പിനെ അനുകൂലിക്കുന്ന പാർട്ടിയിലുള്ളതാണോ പറയാൻ പറ്റില്ല. അത് എൻ്റെ സ്വഭാവമേ ഞാൻ ചെയ്യുള്ളൂ. എനിക്ക് ബേസിക്കലി ഉണ്ടാവുന്ന ഒരു സ്വഭാവത്തെയാണ് ഞാനത് പുറത്ത് കാണിക്കുക. അതിനി അവന് പാർട്ടിയായി അച്ഛനും അമ്മനെയും കൊല്ലണ മക്കളില്ലേ, അത് അച്ഛനും അമ്മയെ പഠിപ്പിച്ചാണ്. അവർ ചിലപ്പോൾ ഏറ്റവും നല്ല ആൾക്കാരായിരിക്കും. അത് ക്രൂര മനസ്സുള്ള ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ട്. അവർ ശരിക്കും നമ്മുടെ മുമ്പിലൊന്നും വരുന്നവരല്ല. അതെല്ലാത്തിലും ഉണ്ട്. അതാണ് അങ്ങനെ കോസ് ഉണ്ടാക്കാൻ നോക്കുന്നത്, രാഷ്ട്രീയമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പം രണ്ട് ഭാഗത്തൊന്നും അടി വരുമല്ലോ, ഒരു ഭാഗത്തുനിന്നല്ലല്ലോ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ രാജ്യം ഭരിക്കുന്നവർക്കെതിരാണ് എപ്പോഴും നമ്മളൊരു മാനസികാവസ്ഥ. ഭരിക്കണവരെ കുറ്റം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇറക്കുക. പക്ഷെ അതല്ല, അത് ഓരോ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമ കണ്ടു, അതുപോലെ മോദിജിയൊക്കെ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? അതോ ഈ കൊച്ചു കേരളത്തില് TP ചന്ദ്രശേഖരനെ വധിച്ച TP 51 വിട്ട് TP 51 ആ സിനിമ അവർ പ്രദർശിപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല. ആ മനുഷ്യനെ ഓടി നടക്കുന്നത് ഞാൻ കണ്ട, എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അപ്പോൾ ആ സിനിമ എന്തുകൊണ്ട് അതുപോലെ പറഞ്ഞ കേരള സ്റ്റോറി പറഞ്ഞ സിനിമ ഇവിടെ തന്നെയല്ലേ പ്രദർശിപ്പിച്ചത്? അത് പ്രദർശിപ്പിച്ചു. അത് കാരണം RSSനെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്ട് ഇവർ അതാണ് ഒരു ലിമിറ്റിലെത്തുമ്പോൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുക ഒരു സബ്ജക്റ്റിന്. പക്ഷേ ആ ചെയ്യുന്ന ഞാനല്ലേ. ഞാനിപ്പോൾ ഒരു സിനിമ കൊണ്ടുപോകണമെങ്കിൽ ഞാനാണ് അതിൻ്റെ തെറ്റുകാരി. അത് ഞാൻ അവർക്ക് ഇട്ടിട്ടുള്ള ഒരു വിത്ത് പാകി കൊടുക്കുന്നല്ലേ. പക്ഷെ ഈ ഇതേ മുരളി ഗോപി തന്നെ ലെഫ്റ്റ് അത് ഇവിടെ ഈ സിനിമ ഇവിടെ പ്രദർശിച്ചു. അതൊരു എന്താ പറയാ കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിരെയുള്ളതല്ലേ. അതപ്പോ ഇവിടെ പ്രദർശിപ്പിക്കാതിരിക്കാനൊന്നും വിട്ടിട്ടില്ലല്ലോ, പ്രദർശിപ്പിച്ചിട്ടില്ലേ ഇവിടെ. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കണ്ടേ? ഏതിലാണോ പ്രശ്നം അതിലും അംഗീകരിക്കണം. അവരെന്തുകൊണ്ട് ആ സിനിമ അനുവദിച്ചില്ല? പിന്നെ വിവേക് അഗ്നിഹോത്രിന്റെ നമ്മുടെ കാശ്മീർ ഫയൽ കളിക്കുമ്പോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി തമിഴ്നാട് സിനിമകള് ഒരുപാട് പ്രശ്നങ്ങൾ മാം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. പക്ഷെ ഈ എമ്പുരാൻ പോലെ ഈ റീസെൻസറിങ്ങിന് എഡിറ്റിംഗിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ്. ഇതില് ഏജൻസികൾക്ക് അന്വേഷിച്ചപ്പോ ഈ ഭീകരാവസ്ഥ ഉള്ളപ്പോൾ നമ്മളെന്താ തപ്പോ ഇതിൻ്റെ പിന്നിലെ ബ്രെയിന് ആൾക്കാരെ സംബന്ധിച്ച്. അപ്പം ഇതിലേതോ ദേശവിരുദ്ധ ഫണ്ട് വന്നിട്ടുണ്ട്, ഏതോ കൈകളുണ്ട്. എമ്പുരാനിൽ ദേശവിരുദ്ധ ഫണ്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അത് അതെങ്ങനെ മാം ഇങ്ങനെ ഒരു കഥ എഴുതുന്നത്? അതൊരു എഴുത്തുകാരനാണ്, അത് സംവിധാനം ചെയ്യുന്നത് നമ്മൾ പൃഥ്വിരാജിനെ പോലെയുള്ള ഒരു വലിയ ആക്ടറുമാണ്, സംവിധായകനാണ്. അപ്പൊ അതെങ്ങനെയാണ് ശരിക്കും ഏതോ ദേശവിരുദ്ധ ഫണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുക? ഇവിടെ ഈ കേരളത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും അവരും മരരും വെച്ചോ ഒക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി ഇൻക്ലാബ് വിളിച്ചു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടും കേരള ഗവൺമെന്റിൽ ഒരനക്കം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് ഇവിടെയുള്ള കേന്ദ്രത്തിനെതിരെയുള്ള ഹിന്ദു ആ ഒരു ഇതിനോട് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് അപ്പുറത്തുള്ളവർക്കും ഫീൽ ചെയ്യുക.
ഫീലിങ്സ് എല്ലാവരതും ഒന്നല്ലേ. ഇപ്പൊ കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ ദേശീയ ഏജൻസി കൊടുക്കുന്നു എന്ന് ഇതിൽ തന്നെ ഈ സിനിമ എമ്പുരാനിൽ തന്നെ പറയുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെയാണ് അങ്ങനെ ആരെയും നീക്കം ചെയ്യാൻ പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു അതിന്റെ ഒരു ഉദാഹരണമല്ലേ ഇപ്പൊ ഇവിടെ ഉണ്ടാവുന്ന റെയ്ഡ് ആയാലും ഇപ്പൊ ഗോകുലം ഗോപാലന്റെ അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള റെയ്ഡ് ഒക്കെ അത് ശരിക്കും ശരിയല്ലേ? രേഖകൾ കിട്ടിയല്ലോ. ഒരാള് പറയുന്നു വിചാരിച്ചിട്ട് ഇപ്പൊ കേന്ദ്ര ഏജൻസിക്ക് വർക്ക് ചെയ്യാം. പക്ഷെ ഇത്രയും നാളും ഇല്ലാത്തൊരു സംഭവം ഈ എമ്പുരാൻ ഇറങ്ങിയതിനു ശേഷം പെട്ടെന്നൊരു ഇന്ത്യ വളരെ കെയർഫുൾ ആയിരിക്കുന്ന ഒരു കാലഘട്ടം. അത് ചുറ്റിലും ശത്രുക്കളാ, നമ്മൾക്കത് മനസ്സിലാവാത്തോണ്ടാ. അപ്പൊ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണോ മാം പറയുന്നത്? ഈ റിപ്പോർട്ടുകളൊക്കെ കിട്ടിയെന്ന് ഗോകുലം ഗോപാൽ അദ്ദേഹം എന്നല്ല, പണം വന്ന ഏത് വഴിന്ന് വന്നോ അത് ഏതെങ്കിലും ലിങ്ക് ഉണ്ടോ എന്നുള്ളത് കണക്ട് ചെയ്യേണ്ട ആദ്യം പ്രൊഡ്യൂസർ ത്രൂ അല്ലേ. അപ്പൊ ആ ഫണ്ട് എവിടെന്നാന്നുള്ളതിന്റെ റൂട്ട് കണ്ടുപിടിക്കുന്നതാണ് അവര് പറയുന്നത്. അപ്പൊ പൃഥ്വിരാജിനെതിരെ വന്നു, ഗോകുലം ഗോപാലനെതിരെ വന്നു, ഇനി മോഹൻലാൽ ആയിരിക്കും അടുത്തേരെ, അതോ മോഹൻലാലിനെ സേഫ് ആക്കി വെക്കുവോ? എന്താ മാമിന് തോന്നുന്നത്? തെറ്റ് ചെയ്തവരാരും ഇവിടെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് നമുക്കില്ല, അത് ഉറപ്പിച്ചോളൂ. അതിനിപ്പോൾ BJP-യിലാണെങ്കിൽ പോലും അവരെ ശിക്ഷ കൊടുക്കും, പാർട്ടി ആണെങ്കിലും അത് പറയണ്ട. ഇപ്പൊ ലാലേട്ടൻ മോഡീനെ കാണുന്ന ആളായിട്ട് പോലും അവര് പറഞ്ഞില്ലേ, ഓർഗനൈസർ എഴുതിയില്ലേ, എത്ര തവണ ഓർഗനൈസർ ഇത്രയധികം ഓർഗനൈസർ എഴുതി മാം. അത് പക്ഷെ ഒരു പാർട്ടിയുടെ തന്നെ മുഖപത്രമാകുമ്പോൾ നമുക്ക് അത്രക്ക് അവരെ സേഫ് ആക്കിക്കൊണ്ടല്ലേ എഴുതുള്ളൂ. അതങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? അതെ, അത് അവരെഴുതണത് അവർക്ക് ഫീൽ ചെയ്യണത് ആ പാർട്ടീന്റെ നിയോഗിച്ച ആൾക്കാരല്ലേ ഭരണത്തിലിരിക്കുന്നത്, അവർക്കല്ല ഇതിന്റെ ക്ഷീണം വരുന്നത്. അതെ, എന്തായാലും ഇനി ലാലേട്ടനെതിരെ ഇങ്ങനത്തെ നടപടി എന്താന്നുള്ള ലാലേട്ടനെതിരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഫീൽ ചെയ്തെങ്കിൽ, ലാലേട്ടൻ പ്രൊഡ്യൂസർ അല്ലേ, പ്രൊഡ്യൂസറിന് എന്തായാലും ചെക്ക് ചെയ്യാണ്ടിരിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇനിയും അങ്ങനെ തുടർ നടപടിയായിട്ട് എല്ലാരിലും നടപടിയല്ല, ജസ്റ്റ് ഒരു സംഗതി വന്നാൽ അതിനെ അന്വേഷിക്കണം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരു ഫണ്ട്, വിദേശ ഫണ്ട് എവിടുന്നോ അനധികൃതമായി വന്നു എന്ന് എവിടുന്നാണ് അങ്ങനെ ഒരു സൂചന വന്നത് ശരിക്കും? എല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട് അതിന്റെ മുമ്പ് തന്നെ. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ മാത്രമേ ഇത് നമ്മൾ അറിയുന്നുള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊക്കെ ഇപ്പൊ നമ്മളൊരു 10 രൂപ എടുത്താലും നമുക്ക് ആരെങ്കിലും അയച്ചാലും ഒക്കെ ചെക്ക് ചെയ്യണ്ടേ. അപ്പൊ വലിയ വലിയ ഫണ്ടുകൾ വരുമ്പോ, വലിയ വലിയ ഫിലിം ഇറങ്ങുമ്പോ, വലിയ പ്രോഗ്രാം നടക്കുമ്പോൾ ഒക്കെ സ്ഥലങ്ങളിലൊക്കെ IBM, NIA, RAW പോലത്തെ ഏജൻസികളും എല്ലാ സ്ഥലങ്ങളും, പ്രത്യേകിച്ചും പ്രശ്നങ്ങളുള്ള ഏരിയകളിൽ എന്ത് സംഭവിക്കുമ്പോൾ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ദിവസവും വൈകുന്നേരം പ്രധാനമന്ത്രിൻ്റെ IB ഓഫീസിൽ നിന്ന് ഹോം മിനിസ്ട്രിയിൽ റിപ്പോർട്ട് പോകും, ഓരോ സ്റ്റേറ്റിൽ നടന്ന പ്രോഗ്രാംസും, ഇന്നാൾ ഇന്ന സ്ഥലത്ത് വന്നു, അവിടെ പ്രൊട്ടക്ഷൻ കൊടുത്തു, ഇന്ന് ആ ഓരോ കാര്യങ്ങൾ പ്രത്യേകമുള്ള ആൾക്കാരെല്ലാം നോട്ട് ചെയ്യും. അത് പക്ഷേ ദേശീയ അന്വേഷണ ഏജൻസി എപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഒരു ടൂളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഭയങ്കര വിവാദം എന്ന് വെച്ചാൽ ഈ ചാരക്കേസായാലും നമ്മൾ ഓരോരോ കേസുകൾ എടുക്കുവാണേലും എതിർക്കുന്നവരെ നിശബ്ദരാക്കുക എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് തോന്നുന്നോണ്ടാ, അത് അവരെ തോന്നലാണ്, എതിർക്കുന്നവരെ നിശബ്ദരാക്കുക. ഇവിടെ ചാരക്കേസും ഒക്കെ ഉണ്ടായ ഒരു ഗവൺമെന്റിൽ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ, നമ്പി നാരായണൻ എന്ന് പറഞ്ഞ ഒരാളെ ജീവിതം തന്നെ തകർത്ത ഗവൺമെന്റും ഇവിടുത്തെ പത്രങ്ങളൊക്കെ എന്താ ഉണ്ടായേ? അപ്പൊ നമ്മൾ പറഞ്ഞു ആരെങ്കിലും നിശബ്ദാക്കിയെന്ന്. കാരണം പറയില്ലേ, അത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ മാത്രമുള്ളതാണ്. BJP എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിനിമയിൽ പറഞ്ഞ തന്നെ ഇവരെ അജണ്ടയെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മൂന്നാമൊരു മുന്നണി ഇവിടെ വളർന്നു വരുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ അവർ വരുവാന്നാ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ചെയ്തു വരേണ്ട ആവശ്യമൊന്നുമില്ല, ജനങ്ങൾ അറിഞ്ഞു വരും. ഇതിൽ മുല്ലപ്പെരിയാർ BJPക്ക് ഇപ്പൊ ആരെടുത്തും പോയിട്ട് സേവ ചെയ്തിട്ട് പിന്നെ വോട്ട് കിട്ടേണ്ട ആവശ്യമില്ല. തിരിമറി നടത്തുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ഇവരെന്താ ഇവിടൊക്കെ ജയിച്ചേ ബാക്കി സ്ഥലങ്ങളില്? അപ്പോ ഈ വോട്ടിംഗ് മെഷീൻ ഇല്ല. BJP ജയിച്ച വോട്ടിംഗ് മെഷീന് അല്ല, അത് ഈ സിനിമകളിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മുടെ എല്ലാം നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയ സിനിമകളാണ് ശക്തമായിട്ട് എതിർക്കുന്ന സിനിമ. അവർക്ക് മാത്രമേ അഭിപ്രായം ഇത്രയും ശക്തമായി പറയാൻ പറ്റൂ. കേരള സിനിമ എല്ലാരും നോട്ട് ചെയ്യണോ, എല്ലാവർക്കും ഇഷ്ടവും. ലാലേട്ടനൊക്കെ എല്ലാവർക്കും അറിയാം, ഏത് ഭാഷയിലുള്ളവർക്കും മോഹൻലാൽ, മമ്മൂട്ടി എന്ന് പറയും. പക്ഷെ ഒരു ശരിക്കും ഇനി മാം ഇങ്ങനെ ഒരു റീസെൻസറിങ് ഒക്കെ വരുമ്പോ ഇനി ഒരു മുരളി ഗോപി എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരൻ, അതുപോലെയുള്ള ഒരുപാട് എഴുത്തുകാർ, അവർക്ക് തോന്നുന്ന നമ്മുടെ എന്താ പറയുക ചരിത്രത്തിലെ സംഭവങ്ങളൊക്കെ എഴുതണം എന്ന് തോന്നും. പക്ഷെ അവർക്കൊക്കെ ഒരു വാണിംഗ് തന്നെ കൊടുക്കുന്നതല്ലേ ശരിക്കും? ഇത് ചരിത്രമുള്ള പോലെ എഴുതാൻ പറയണം അവരോട്, അവർക്ക് അത് തോന്നണം. നമ്മളൊക്കെ വായിച്ചറിഞ്ഞതല്ലേ ഈ ചരിത്രം.
അനുഭവിച്ചവരുടെ ജീവിതങ്ങളൊക്കെ അനുഭവിച്ചു വെച്ചാൽ നമ്മൾ ഒരു വർഷം മാത്രമല്ല അവര് പറയുന്നുള്ളൂ. അതാണ് മാം പറയുന്നത്, ഒരു വശം മാത്രം പലരും പറയുന്നത് ഇതില് അനുകൂലിക്കുന്ന ഇപ്പൊ സംഘപരിവാർ ആ രീതിയിലുള്ളവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഇതില് ഗോത്ര തീവെപ്പ് അത് പറഞ്ഞിട്ടില്ല എന്നാണ്. അതും കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഇതിനൊരു കുഴപ്പം വരില്ലായിരുന്നു എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അത് തന്നെയാണ് മാമും ഇപ്പം പറയുന്നത്. അതാണ്. അപ്പോൾ രണ്ടു കൂട്ടരും ഇതായി നമ്മൾ ചിന്തിച്ച പോലെ തന്നെ ഈ കാണുന്നവരും ചിന്തിച്ചു. രണ്ടു കൂട്ടരും സാധനം നമ്മളൊരാൾ പ്രശ്നം ഉണ്ടാക്കരുത്, മതം പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. പക്ഷെ മറ്റൊരളവ് ഇപ്പൊ മാറാട് കലാപം നമ്മളെ കോഴിക്കോട്, അന്ന് കോഴിക്കോട് കത്തുമായിരുന്നു. RSS അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ RSS ആഹ്വാനം ചെയ്ത അവിടെ കത്തൂലേ? പക്ഷെ അവരത് ചെയ്തോ? ഇല്ല. അന്ന് പറഞ്ഞ നേതാക്കന്മാരെയൊക്കെ കൂടെ അവര് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് മാത്രം അതങ്ങനെ ഒതുങ്ങി. അതിന് തിരിച്ചു കെട്ടാൻ പിന്നെ പോയിട്ടില്ല. അതേപോലെയുള്ള നേതാക്കന്മാരെ നമ്മളെ നാടിന് ആവശ്യം. പക്ഷെ ഞാൻ മാം നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ജനഗണമനയായാലും ഇപ്പം ഓരോ സിനിമകളും ഇപ്പം നേരത്തെ അൻവർ എന്ന് പറഞ്ഞ മൂവിയൊക്കെ ആൾക്കാർ എടുത്ത് വരുന്നുണ്ട്. ശരിക്കും പൃഥ്വിരാജിന് എന്താ പറയാ ഹിന്ദുക്കളോടെന്തോ ഈ വിരോധമുണ്ട്, BJP പാർട്ടിയോടൊരു വിരോധമുണ്ടെന്നൊക്കെ. ശരിക്കും അദ്ദേഹം ഒരു നടനല്ലേ, അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിലല്ലേ അദ്ദേഹം സിനിമ എഴുതുന്നതും അഭിനയിക്കുന്നതും ഒക്കെ. അതൊരു പേഴ്സണലൈസ് ചെയ്യാൻ പറ്റുമോ? ഒരു വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാൻ പറ്റുമോ? വ്യക്തിപരമായിട്ട് അങ്ങനെ അധിക്ഷേപിക്കല്ല. ഇങ്ങനെ കുറേ സിനിമകൾ വന്നപ്പോൾ അത് രാഷ്ട്രീയമായിട്ടുള്ള സാധനങ്ങളാണല്ലോ അതിൽ വരുന്നത്. റിലീജിയനും രാഷ്ട്രീയം മാത്രം വരുമ്പോൾ എന്തെങ്കിലും ഒന്നുമില്ലാതെ നമുക്ക് എന്താ, ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ട്രോമയൊന്നും ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഹിന്ദു സംസ്കാരം എന്താ, ഭാരതം എന്താന്നൊക്കെ കണ്ടുപിടിക്കാൻ പോയത്. അത് നമ്മൾക്ക് വരും. അപ്പോൾ ഒരു തോട്ട് ഇതിനു വേണ്ടി മാത്രം വരുമ്പോൾ ഒരു റീസൺ എല്ലാത്തിനും ഉണ്ടാവും. അതെല്ലാവരും അന്വേഷിക്കും. ആ അന്വേഷണത്തിൽ എല്ലാം ഇയാളുടെ ഇങ്ങനെ സിനിമകളായോണ്ടാണ് അയാൾ എതിർക്കുന്നത്. അല്ലാതെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടനോട് നമുക്കാർക്കും ഒരു വിരോധവും ഇല്ല. പക്ഷേ അദ്ദേഹം ചെയ്യാൻ അയാളെയൊക്കെ ആൾക്കാർ ആരാധിക്കുന്നല്ലേ. പക്ഷെ അദ്ദേഹം ഏതോ ഇരട്ട ചങ്കിലെ ആൾക്കാർക്ക് ഇതൊക്കെ തുറന്നു കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ? അത് എന്ത് തോന്നുന്നു, ആ ഒരു ഗഡ്സിനെ ഒരു വിഷയം എടുത്ത് ഇങ്ങനെ അവതരിപ്പിച്ച് ഇത്രയൊരു ഗ്ലോബലി ഒരു സിനിമ പ്രദർശിപ്പിക്കുക, അതിന് ചെറിയൊരു ധൈര്യം പോരല്ലോ. ആ ധൈര്യം ഒറ്റക്ക് എവിടെ ഉണ്ടാവോ? എവിടുന്ന് കിട്ടി? അതാണ് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് പറയുന്നത് അല്ലേ. പക്ഷെ ആ ധൈര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ആ സിനിമ ഇപ്പൊ ലാലേട്ടൻ മാപ്പ് പറഞ്ഞപ്പോ അത് പേജിലിട്ടൊന്ന് ഷെയർ ചെയ്തു എന്നല്ലാതെ അദ്ദേഹം ഒരു അപ്പോളജി എവിടെയും എഴുതിയിട്ടില്ല. സ്വന്തം ഒരു കൈപ്പടയില് പൃഥ്വിരാജ് എഴുതിയിട്ടില്ല, മുരളി ഗോപി എഴുതിയിട്ടില്ല, അതിലാരും മാപ്പ് പറഞ്ഞിട്ടില്ല. ലാലേട്ടൻ മാത്രമാണ് അതിലൊരു ഫേസ്ബുക്ക് കുറിപ്പിട്ടത്, എല്ലാവർക്കും വേണ്ടി ഇട്ടത്. ശരിക്കും അവരൊക്കെ ഉള്ളുകൊണ്ട് ഇപ്പോഴും ആ സിനിമക്കെതിരെ ഇങ്ങനെ കത്തിവെച്ചപ്പോ വേദനിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അവരുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിച്ചപ്പോ അവര് വേദനിക്കുന്നപ്പോ അവരും ആലോചിക്കണം. നമുക്ക് സമാധാനമായ ഉണ്ടായ ലഹളകൾ കാണിച്ച് ഇനിയും ലഹള ഉണ്ടാക്കണോന്നുള്ള അവരാലോചിക്കണം. ഇതൊന്നും കുറെ കാലങ്ങൾ മുമ്പല്ലല്ലോ. ഇപ്പൊ നമ്മുടെ 2 തലമുറകളല്ലേ ആയിട്ടുള്ളൂ. അതിലെ സെക്കൻഡ് ജനറേഷൻ അല്ലേ ഈ സ്റ്റോറി അറിയാത്തത്. അപ്പൊ ഇത് 100 വർഷം കഴിഞ്ഞ് ഈ കഥ പറയുമ്പോ ഇത്ര അറിയില്ല. ഇപ്പൊ ഇത് പെട്ടെന്ന് വരുമ്പോ ഇതിന്റെ ഒക്കെ ആൾക്കാർ ജയിലിൽ കിടക്കുന്നുണ്ട്. ഇതിന്റെ പിന്നെ ഇപ്പൊ മറുവശത്തുള്ളവരെന്നെ എപ്പോഴും ജയിലിലുണ്ട്. ഈ എല്ലാ ഭാഗത്തുനിന്നുള്ളവരും ജയിലിൽ. അത് അറിയാത്തവർക്കൊന്ന് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ വിവാദമായപ്പോ ഒന്നുകൂടി ഈ അറിയാത്ത സംഭവങ്ങൾ എല്ലാരും തേടി പിടിച്ച് വായിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തി. 2 വർഷം വിജയിച്ചില്ലേ അപ്പോ സിനിമ? വിജയിക്കല്ലോ സിനിമ. അവർക്കും അറിയാം അങ്ങനെയൊക്കെ ഇത് വരുള്ളൂ. അപ്പോ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഇതൊരു ബിസിനസ് തന്ത്രമായിട്ടാണോ? അവർക്ക് ബിസിനസ്സിൽ അവര് ചെയ്തു. ഈ സിനിമ വന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും, അപ്പൊ എഡിറ്റിങ് പറയും, ബാന് വരും എന്നൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ടാണ് മാക്സിമം ആൾക്കാർ അവര് തിയേറ്ററിൽ കയറ്റിയതും എല്ലാം. അപ്പൊ ഞാൻ ആദ്യം സിനിമ കണ്ടായിരുന്നു, ഇനി എനിക്ക് റീ എഡിറ്റ് ചെയ്ത് ഒന്ന് കാണുന്നുണ്ട് അതെന്താണ് ഒരു ക്യൂരിയോസിറ്റി. 2 പ്രാവശ്യം കണ്ടാൽ സെക്കൻഡ് ടൈം ഒരു തിയേറ്ററിൽ കയറിയാൽ തന്നെ സക്സസ് അല്ല ബിസിനസ്സിൽ. റിപ്പീറ്റഡ് കസ്റ്റമറിനെ കിട്ടുമ്പോ അല്ലേ സക്സസ് ആവണ ഒരു ബിസിനസ്. അപ്പൊ അതൊരു അങ്ങനെ ഒരു പക്കാ ബിസിനസ് തന്ത്രമായിട്ട് പിന്നിലെ ആശയങ്ങളൊക്കെ അവിടെ പറഞ്ഞും കഴിഞ്ഞു. ഞാൻ എത്രയൊക്കെ കട്ട് ചെയ്താൽ ഈ സിനിമ ഒരു 2-3 ദിവസം കൊണ്ട് കട്ട് ചെയ്യുന്നതിന് മുൻപ്, ഈ വ്യാഴാഴ്ചയാണ് കട്ട് ചെയ്തതിന്റെ പതിപ്പിറങ്ങിയത് കഴിഞ്ഞ, അപ്പൊ അതുവരെ എത്രയോ പേര് കണ്ടു. അതന്നെയല്ലേ ഇവരെ ഉദ്ദേശം. അതാണ് ഞാൻ എന്തായാലും ഈ രാഷ്ട്രത്തിന് വേണ്ടിയേ നിൽക്കുള്ളൂ, അവരെ കൂടെ സപ്പോർട്ട് ചെയ്യില്ല. അവര് വിധിച്ച വിത്ത് ഇവിടെ പാകി കഴിഞ്ഞിട്ട് 3 ദിവസം കാണേണ്ടവർ കണ്ടു. കട്ട് ചെയ്ത് അതിന്റെ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് പോലും അല്ലാത്ത ആൾക്കാർക്ക് കിട്ടി.
കോപ്പി ഇറങ്ങി. ഇതൊക്കെ കഴിഞ്ഞ് അവരുടെ തന്ത്രം വിജയിച്ചു. അത് ഞാൻ ഉറപ്പിച്ച്. അത് അവര് വിജയികൾ തന്നെയാ, അതിലൊരു സംശയമില്ല. പക്ഷെ ഇപ്പുറത്ത് നമ്മൾക്ക് നമ്മളെ രാഷ്ട്രത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നതിന്. നമ്മളെ ഇന്ത്യ ഒരിക്കലെങ്കിലും ഇന്ത്യ പറയാം. ഇന്ത്യൻ്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഭാരതം അങ്ങനെ വെട്ടിമുറിക്കാൻ ഉള്ളതും ഇവിടുത്തെ അത്ര അറ്റാക്കും ടെററിസവും ഒക്കെ വന്ന് എല്ലാ മതങ്ങളും ഉപദ്രവിച്ച ഒരു രാജ്യമാണ്. അപ്പോൾ അത് ഇനി ഇവിടെ ആവർത്തിച്ചുകൂടാന്നുള്ളതുകൊണ്ടാണ് ഇനി ഒരു വർഗീയ ലഹളയും ഒരു ഫോറിൻ കൺട്രീൻ്റെ ഒരു ആക്രമണം ഇനി ഇന്ത്യക്ക് സഹിക്കാൻ പറ്റില്ല. ഇനി ഇല്ല ഇന്ത്യ. അപ്പൊ അതൊക്കെ വരും. കാരണം ഒരു ലോകത്ത് നടക്കുന്നത് അങ്ങനെയാണ്. ഇനി റിലീജിയസ് ഫൈറ്റ് ആണ്, വാറാണ് വേൾഡിലുണ്ടാവുക. അതിന്റെ തുടക്കമുള്ള കാലഘട്ടം ഇന്ത്യയിൽ തന്നെ ആയിരിക്കും. ഇനി കുറെ കൂടി ഇങ്ങനെ പോവാണെങ്കിൽ തുടക്കം തുടങ്ങി. അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ അത് നമ്മളതിൽ ശക്തിയിട്ട് കൊടുക്കുന്നതിന് പകരം ഭാരതം പോലത്തെ ഒരു രാഷ്ട്രം നമ്മൾ അതിന്റെ മീഡിയേറ്റർ ആവാനാണ് ശ്രമിക്കേണ്ടത്. കാരണം നമ്മളെല്ലാ മതങ്ങളെയും കൂട്ടിപ്പിടിക്കുന്ന ഒരു സംസ്കാരം സനാതന ധർമ്മം എന്ന് പറഞ്ഞ് നമ്മളെന്നും അപ്പൊ അതിന് മാതൃകയാവേണ്ട ഒരു രാജ്യം ഇതുപോലത്തെ വലിയ വലിയ ആൾക്കാരെ വായുന്ന അവര് നല്ലത് പറയണ്ടേ. അത് ചെയ്താൽ തന്നെ മറ്റൊരാൾ. പക്ഷെ നമുക്ക് കലാകാരന്മാരോട് പറയാം, കലയിലൂടെയാണ് എല്ലാം ആൾക്കാർ അറിഞ്ഞിട്ടുള്ളത്. കലയാണ് ഏറ്റവും അതന്നെ ഞങ്ങൾ പറയാം. കലയാണ് അറിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി മറ്റോരെ വെട്ടിക്കോ തീയിട്ടോ എന്നല്ലേ ഇപ്പൊ പറഞ്ഞില്ലേ. പക്ഷെ അതില് ഒരു സംഭവത്തെ പറയുമ്പോൾ ഡയലോഗിലൊക്കെ അങ്ങനെ പറഞ്ഞത് അത് സംവിധായകന്റെ എഴുത്തുകാരന്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് കണ്ടാ പോരെ. ശരിക്കും അവരെ സ്വാതന്ത്ര്യം അത് പറഞ്ഞെങ്കിൽ നമ്മളതിവിടെ സംഭവിക്കാൻ പാടില്ല. സംഭവിക്കാതിരിക്കാനാണ് അപ്പോൾ അവര് റീ എഡിറ്റിംഗ് നടത്തിയത്. തീർച്ചയായിട്ടും. അപ്പൊ മാം അത് പ്രമേയത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതിപ്പോ മാം പറഞ്ഞു ശരിയാണ്. പക്ഷെ ഒരു പേര് ബാബാ ബജ്രംഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിന് ആരാണ് ഇത്രമാത്രം ഭയപ്പെടുന്നത്? അതെന്താണ് ഇത്രമാത്രം അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? അത് ദൈവത്തിന്റെ. നോർത്തിൽ ചെന്നാലേ നിങ്ങൾക്ക് ബജ്രംഗി ബലിന്റെ വില അറിയുള്ളൂ. ഹനുമാൻ പൂജകളും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ ക്ഷേത്രങ്ങളും എത്ര മണിക്കൂർ നീണ്ട ക്യൂ അറിയാം ഹനുമാൻ മന്ദിറിലൊക്കെ ഡൽഹിയിൽ. അതന്നെ എല്ലാ സ്ഥലവും. അപ്പോൾ ബജ്രംഗി എന്നുള്ള ആ പേര് കേട്ടാൽ തന്നെ ഇത് 2 ദിവസം കൂടി അവിടെ സിനിമ പോയിരുന്നെങ്കിൽ ഹനുമാൻ ഭക്തരെ ഇറങ്ങിയിരുന്നു, എനിക്കറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ ഇത്തിരിയെങ്കിലും പറയാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് എടുത്ത് മിണ്ടാണ്ടിരിക്കും. ബാബാ ബജ്രംഗി എന്നുള്ള പേര്, ആ ഒരു പേര് മാത്രമേ അതിപ്പോ അയാൾക്കൊരു യഥാർത്ഥ പേരുണ്ടല്ലോ, എന്തൊരു പാണ്ഡേ മറ്റുമാണ്. ആ പേരിട്ടാലും കുഴപ്പമില്ലല്ലോ. ശരിക്കും അവിടെ ക്രിമിനൽ കുറ്റം. അയാളുടെ നിക് നെയിം ആണല്ലോ ഇട്ടെ. പക്ഷെ നിക് നെയിം ഇട്ട് ബാബാ ബജ്രംഗി ആ ഒരു പേരിന് പോലും അസ്വസ്ഥരാകുന്നവരാണ് നമ്മുടെ, എന്താ പറയാ, അതിനു പോലും പേടിക്കുന്നവരാണ് തീവ്ര മതത്തിൽ വിശ്വസിക്കുന്നവരെന്നല്ലേ. ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോ നിങ്ങളൊന്നും എന്താ ചോദിക്കുക, എന്താ മുഹമ്മദ് എന്നുള്ള ഒരു പേര് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നപ്പോ ഒരു മുഹമ്മദ് എന്നുള്ള പ്രവാചകൻ എന്നയാള് പറഞ്ഞിട്ടില്ല. അന്ന് അയാളെ കൈവെട്ടിയ ആൾക്കാരുള്ള നാട്ടിലാണ് നമ്മള് ജീവിക്കണത്. ഒരു ജീവിതം, ഒരു കുടുംബം മുഴുവനും തകർത്ത ആൾക്കാർ. ഈ ചെറിയ അതേപോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഓരോ സംഗതിയിലും നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴും കോർണർ ചെയ്യാൻ നോക്കുന്നത് ഇവിടുത്തെ മെജോറിറ്റീനെ. ആക്ച്വലി ഇവിടുത്തെ മെജോറിറ്റിയാണ് മൈനോറിറ്റീൻ്റെ അവസ്ഥയിൽ. കാരണം അവർ റിയാക്ട് ചെയ്യില്ല. കേക്ക് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമക്ക് രാംദാസ് അത്തേവാലെ എന്ന് പറഞ്ഞാൽ മന്ത്രി തന്നെ, സഹമന്ത്രി തന്നെ, കേന്ദ്ര സഹമന്ത്രി ഇവിടെ വന്നത് എന്തായിരുന്നു ശരിക്കും നമ്മുടെ കേരളത്തിൽ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്? അത് കാരണം സുനിൽ എന്ന് പറഞ്ഞ ഡയറക്ടർ ഞങ്ങളെ അടുത്തൊരു സുഹൃത്താണ്. അപ്പോൾ ഡൽഹിയിൽ വരാറും അയാളെ വീട്ടിൽ ഞങ്ങളെ കൂടെ വരാറും കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, പിന്നെ രാംദാസ് അത്തേവാല ബോളിവുഡ് എന്ന നാട്ടിൽ നിന്നാണ്. ഞങ്ങൾക്ക് വലിയ സിനിമാ സംഘടനയൊക്കെ ഉണ്ട് മഹാരാഷ്ട്രയിൽ. സഞ്ജയ് ദത്ത്, പിന്നെ എന്താ പറയുക, രാഖി സാവന്ത്, ഇങ്ങനെയുള്ള ആക്ടേഴ്സൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിനെ നല്ലോണം ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ വലിയ ഇഷ്ടമാണ് സിനിമ. അപ്പോൾ സുനിലിൻ്റെ സിനിമ വരുമ്പോൾ എന്തായാലും ഞാൻ വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ലോഞ്ചിന് എന്തിനാ വിളിക്കുക, അങ്ങനെയാണ് വരുന്നത്. പിന്നെ നല്ല സ്റ്റോറി എന്താ ചോദിച്ചാൽ, അപ്പോൾ കേക്ക് സ്റ്റോറി, ഒരു കുടുംബം നിർമ്മിച്ച ഒരു സിനിമ. കുടുംബ പ്രേക്ഷകരിലേക്ക് വളരെ കുറച്ച് സിനിമകളല്ലേ ഇപ്പം നമുക്ക് കിട്ടുള്ളൂ.
അപ്പൊ അത് നമ്മളൊക്കെ അതൊരു സന്തോഷമായി. അയാളുടെ സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റുകളല്ലേ സുനിൽ ചെയ്ത്. മാമിന് നമ്മുടെ മലയാളത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവി ഏതാണ്? ശരിക്കും ഏത് ജോണറാണ് ഇഷ്ടം? മലയാളം ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉള്ളപ്പോഴേ ഞാൻ പോയി കാണാറ്. ശരിക്കും മോദിജി ആയിട്ട് എപ്പോഴും കണക്ട് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് അദ്ദേഹത്തെ കാണാറുണ്ടോ? അത് ത്രൂ ഓഫീസാണ്, PMO ഓഫീസിലെ അടുത്ത ആൾക്കാരും ആയിട്ടാണ് കണക്ട് ചെയ്യണത്. പിന്നെ ഹോം മിനിസ്റ്റർ ആ കണക്ഷനാണ്. അത് നേരത്തെയുള്ള ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ രാംദാസ് സത്യവാലനെ പോലെ തന്നെ എൻ്റെ എയർലൈൻ കാലത്തുള്ള ബന്ധങ്ങളാണ് അവരൊക്കെ പേഴ്സണൽ, അവരൊക്കെ നല്ല ആൾക്കാരാണ്. നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. നേരിട്ട് കാണുമ്പോഴാണ്, ആരും കാണാത്തത് കൊണ്ടാണ് കുറ്റം പറയുന്നതെന്നാണ് പറയുന്നത്. എന്നെ എന്തെല്ലാം പറയും, എന്നെ അറിയുന്ന ആള് ഒരു കുറ്റം പറയില്ല, എനിക്കറിയാം. അല്ലെങ്കിൽ ഞാൻ ആർക്കും എതിരല്ല, ഞാൻ ഉള്ളത് പറയുകയേ ചെയ്യുള്ളൂ. ഇത് എനിക്ക് ഫീൽ ചെയ്തേ ഞാൻ പറയാം, ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി, അത്രയുള്ളൂ. പക്ഷെ നമ്മുടെ കേരളത്തിന് പറഞ്ഞോണ്ട് എന്റെ ശത്രു ആവൊന്നുമില്ല. നിങ്ങളിപ്പോ എന്റെ കുറ്റം പറഞ്ഞോണ്ട് ഞാൻ ശത്രുവായിട്ട് നിങ്ങളെ കാണില്ല. അല്ല, നിങ്ങളല്ല, ആരെയും ഞാൻ കാണാറില്ല. പക്ഷെ മാമില്ലേ, നമ്മുടെ കേരളത്തിനൊക്കെ വേണ്ടി ഇനി ഒന്ന് സംസാരിക്കണം. കേന്ദ്രത്തിലൊക്കെ ശക്തമായിട്ട് സംസാരിക്കാറുണ്ട്. കേന്ദ്രത്തിന് പാടെ ഇങ്ങനെ അവഗണിക്കണം. ഞാൻ കുറെ ഉണ്ടാവും എന്തായാലും, കുറെ നമ്മുടെ ഈ ഒരു കൊച്ചു സംസ്ഥാനത്തെ എന്താ പറയാ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ കേന്ദ്രത്തിന്റെ ഹെൽപ്പ് അനിവാര്യമാണ്. തീർച്ചയായിട്ടും മാം ഇനി അതിനു വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും അല്ലേ? കേരളത്തിന്റെ ശബ്ദമായിട്ട് തന്നെ ഉണ്ടാവുക. പിണറായി വിജയൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ആസ് എ ചീഫ് മിനിസ്റ്റർ എനിക്ക് ഇഷ്ടമാണ് തന്നെയാണ്. രാഷ്ട്രീയ അതൊക്കെ വിമർശനങ്ങൾ പലതും ഉണ്ടാവും, അത് പറയാന്നല്ലാതെ ആസ് എ പേഴ്സൺ നമ്മൾക്കൊരു മുഖ്യമന്ത്രി എന്നുള്ളതിൽ പറയുമ്പോൾ എൻ്റെ മുഖ്യമന്ത്രി എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നതാണ്. അതിലൊക്കെ ഞാൻ, കാരണം പ്രതിപക്ഷ ബഹുമാനം എനിക്ക് നല്ലോണം വെച്ചിട്ടുള്ളത്. പക്ഷെ പറയാനുള്ളത് പറയാം ആരെയും. അതിപ്പോൾ അവരെയും കളിയാക്കണ്ടപ്പം ഞാൻ കളിയാക്കാറുണ്ട്. മുസ്ലിം ലീഗ് ആണെങ്കിലും ഞാൻ അവരെ കളിയാക്കും. മാം ആകെ കളിയാക്കാത്ത NDAയുടെ ഘടകകക്ഷിയില്ലേ നേരിട്ട് കളിയാക്കാറുണ്ട്. നേരിട്ട്, അല്ലാതെ സോഷ്യൽ മീഡിയയിലൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ കളിയാക്കണ്ട, പിന്നെ അവർക്ക് അത്ര വരാറില്ല അവിടെ ഉള്ളവർക്കൊന്നും. ഞാൻ എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം മാമിന് ശരിക്കും നമ്മുടെ ഒന്നുകൂടി കേരളം ആണോ ജീവിക്കാൻ ഇഷ്ടം, ഉത്തരേന്ത്യൻ സംസ്ഥാനം? ഉത്തരേന്ത്യ, ഡൽഹി. ഡൽഹിയാണ്. ഡൽഹിയിലൊക്കെ വായു ഒക്കെ മലിനമല്ലേ? അതുണ്ട്, അത് മാത്രമേ അവിടുത്തെ ഒരു കുഴപ്പമുള്ളൂ. ഇപ്പൊ കുറച്ച് വായു കിട്ടുന്നുണ്ട്. അത് മാത്രം ഒന്നാക്കിയാൽ ഡൽഹി ഈസ് എ സൂപ്പർ പ്ലേസ്. ഈവൺ മഹാരാഷ്ട്ര അങ്ങനെ തന്നെ. നമുക്ക് ഒരു ഫ്രീഡം ഉണ്ട്. എവിടെ പോകുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒന്നും അറിയാതെ ഇറങ്ങാം. സോൺ ഔട്ടായിട്ട് ഇറങ്ങിയാലും പ്രശ്നം വരാത്ത. അത് പിന്നെ പ്രത്യേകിച്ച് NDAയുടെ ഘടകകക്ഷി കൂടി ആയതുകൊണ്ട് മാമിന് ഉത്തരേന്ത്യയിലൊക്കെ അങ്ങ് ഇതായിട്ട് അങ്ങ് നടക്കാം അല്ലേ? ഭയങ്കര സ്വാതന്ത്ര്യത്തോടു കൂടി. അതാണ്. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ ഏത് സമയത്തും എന്ത് കഴിക്കാനും എങ്ങനെ നടക്കാനും പറ്റുന്ന എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ ആവട്ടെ. എന്തുണ്ടെങ്കിലും അതുകൊണ്ട് കേരളത്തിന് എപ്പോഴും ഒരു വിളിയിൽ കിട്ടുന്ന ഒരാളാണ് ഞാൻ. അത് ഞാൻ എല്ലാ സ്ത്രീകളും പല കാര്യങ്ങളിലും ഞാൻ ഇടപെടാറുണ്ട്. പിന്നെ നമ്മൾ അതൊന്നും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ പറയാറില്ല. സ്ത്രീകളെ വിഷയങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഭാവിയിൽ ഒരു പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് കാണാൻ പറ്റുമോ? നോക്ക്, പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിക്കാലോ. ഗവർണറായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ. അത് ദൈവം നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് തരും. നമുക്ക് യോജിച്ചാലും ദൈവത്തിനും നമുക്ക് തരാൻ പറ്റുള്ളൂ. എന്തെങ്കിലും തരും. ഏതായാലും ഈ പാർട്ടി ഇങ്ങനെ പോവുകയാണെങ്കിൽ കിട്ടുമായിരിക്കും. അപ്പോ ഇത്രയും നേരം ഒരുപാട് താങ്ക് യു.